ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. രാവിലെ എണീറ്റ് റെഡിയായി വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നപ്പോഴാണ് ഈ ഒരു വ്യൂ കാണുന്നത്. ഫുള്ള് കോട ഇറങ്ങി. അപ്പോൾ അതും കണ്ട് കുറച്ച് നേരം രസിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് കോട അങ്ങ് പോയി. അപ്പോഴാണ് താഴത്തെ റോഡ് പണിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റിയത്. റോഡ് പണിയൊക്കെ തകർച്ചയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ഇന്നലെ ബണ്ണ് മേടിച്ചായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബണ്ണാണ്, ബണ്ണും പഴവും. അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഗസ്റ്റ് വിളിച്ചു, അവർ റെഡിയാന്ന് പറഞ്ഞ്. നേരെ ഒന്ന് ലഗേജൊക്കെ വണ്ടി കയറ്റി നമുക്ക് ചെക്കൗട്ടാണ്. ഞങ്ങൾ നേരെ തേക്കടിക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണിത്. ഉടുമ്പൻചോലിയിൽ നിന്ന് നേരെ കയറി പോകുന്നൊരു വഴിയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റോഡിൻ്റെ കുറച്ച് വശം തമിഴ്നാടും കുറച്ച് വശം കേരളമാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഗണപതിൻ്റെ വിഗ്രഹമുള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെ എല്ലാ ഡ്രൈവർമാരും നിർത്താറുണ്ട്. അങ്ങനെ ഞാനും നിർത്തി അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പെരിയാർ നാഷണൽ പാർക്കിലാണ്. ഗസ്റ്റിനെ കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിലാക്കി വണ്ടി കൊണ്ട് പാർക്കിങ്ങിലിട്ടു. തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു, അവിടെ പോയി ഒരു ഊണും മീൻ വറുത്തം കഴിച്ചു. വണ്ടിയിൽ പിന്നെ CNG ഇല്ലായിരുന്നു. CNG അടിക്കാൻ വേണ്ടി നേരെ കമ്പത്തോട്ടാണ് പോയത്. നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ പോയി കമ്പത്ത് പോയി ഫുൾ ടാങ്ക് CNG അടിച്ച് ഇനി നേരെ തിരിച്ച് പെരിയാർ നാഷണൽ പാർക്കിലോട്ടാണ്. അവിടെ വണ്ടി പെരിയാർ CNG ഇല്ലായിരുന്നു, അത് അങ്ങോട്ട് പോയത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് എത്തിയപ്പം ഞാൻ അവിടെ നിന്ന് നിർത്തി. നല്ല വ്യൂ ആണ് ഈ പൈപ്പിൻ്റെ ഏരിയ കാണാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ബോർഡർ കയറിയിരിക്കുകയാണ്. ഇനി കേരളത്തോട്ടുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ കേരളം എത്തിക്കഴിഞ്ഞു. ഞാൻ പോയത് നാഷണൽ പാർക്കിലോട്ടാണ്. ഗസ്റ്റ് അവിടെ വന്നെന്ന് പറഞ്ഞ് വിളിച്ചു. ഇനിയിപ്പം അവരായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ കേരളം താണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. നേരെ ഇനി ചെന്നത് ഗസ്റ്റിനെയും കൂട്ടി ബീച്ചിൻ്റെ അടുത്തേക്കാണ്. അവർക്ക് കഥകളി എടുത്തായിരുന്നു. നല്ല മഴയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം. അവർ നേരെ കഥകളി കാണാൻ വേണ്ടി കയറി. ഞാനൊരു ചാടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ഗസ്റ്റ് വിളിച്ചു. നേരെ അവരുമായിട്ട് അനക്കരയിലുള്ള സ്പൈസ് ഗ്രോ റിസോർട്ടിലാണ്. അവർക്കൊന്നും ഇവിടെ സ്റ്റേ. അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പം ഫുഡുണ്ടെന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു. ചോറും സാമ്പാറും കറികളുമാണ്. അതും കഴിച്ചു. നേരെ വണ്ടിയിൽ ബെഡൊക്കെ വിരിച്ചു. ഇനി ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. നാളെ രാവിലെ അവർക്ക് ആലപ്പുഴയിലാണ്, ഹൗസ് ബോട്ടാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നാളെ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.